വളരെ സുപ്രധാനമായ ഒരു വാർത്ത കൂടി മണിക്കൂറിൽ വരുന്നുണ്ട്. സരിതാ നായരുടെ വിവാദമായ കത്ത് പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ക്ലിഫ് ഹൌസിൽ വെച്ച് സരിതയെ പീഡിപ്പിച്ചു എന്നാണ് കത്തിലുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വളരെ വേഗം തന്നെ തിരിച്ചെത്താം. അതിനു മുൻപ് മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. അഴിമതി ആരോപണ വിധേയരായവർക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. പാർട്ടിയെ പിളർത്തുമെന്ന സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ശക്തമായ സമ്മർദ്ദത്തിന് മുന്നിൽ ഹൈക്കമാൻഡും KPCC അധ്യക്ഷൻ VM സുധീരനും തലകുനിക്കുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ മുസ്ലിം ലീഗിലൂടെ ഉമ്മൻചാണ്ടി നടത്തിയ സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് പകച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? 7 ദിവസം നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി പിളർത്തൽ ഭീഷണി ഉമ്മൻചാണ്ടി മുഴക്കിയത്. അടൂർ പ്രകാശ്, K ബാബു, KC ജോസഫ് എന്നിവരെ ഒഴിവാക്കിയാൽ A ഗ്രൂപ്പ് പൂർണ്ണമായും പാർട്ടി വിടുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും മാറി നിൽക്കുമെന്ന് നേരത്തെ അറിയിച്ച ഉമ്മൻചാണ്ടി പിളർത്തൽ ഭീഷണി മുഴക്കുമെന്ന് ഹൈക്കമാൻഡ് കരുതിയില്ല. ഇതോടെ പ്രതിരോധത്തിലായ ഹൈക്കമാൻഡ് മുമ്പിലേക്ക് ലീഗ് നേതാക്കളുടെ ഫോൺ സന്ദേശവും എത്തി. ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു ലീഗിന്റെ നിലപാട്. 2 മന്ത്രിമാരെയെങ്കിലും ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കാമെന്ന തന്ത്രം ഹൈക്കമാൻഡ് അതോടെ നിർത്തി. രാഹുൽ ഗാന്ധി വീണ്ടും AICCയിലെ മുതിർന്ന നേതാക്കളെയും VM സുധീരനെയും വിളിപ്പിച്ച് ചർച്ച നടത്തി. ഗുരുതരമായ സ്ഥിതിവിശേഷം മനസ്സിലായതോടെ VM സുധീരന് കീഴടങ്ങാതെ മറ്റ് നിർവാഹമില്ലാതായി. ഹൈക്കമാൻഡ് തന്ത്രങ്ങൾ ചാണ്ടിക്ക് മുമ്പിൽ മൂക്കുകുത്തി വീഴുകയും ചെയ്തു. പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച VM സുധീരൻ കാര്യങ്ങൾ പറയാതെ പറഞ്ഞു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാൻ താനില്ല എന്നാണ് VM സുധീരൻ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ഈ ആരോപണ വിധേയരെ മാറ്റണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചതെന്നും VM പറഞ്ഞു. എന്നാലും പാർട്ടി രക്ഷപ്പെടണം എന്ന ആഗ്രഹമായിരുന്നു. ഇപ്പോഴും നിലപാടിൽ മാറ്റമില്ല, പക്ഷെ ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അതിനുശേഷം 3 പേരും ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. സിറ്റിംഗ് MLA-മാരിൽ നേരത്തെ സ്വയമേവ പിന്മാറാൻ തയ്യാറായ 4 MLA-മാരെ കൂടാതെ ഈ ആരോപണ വിധേയരായ മന്ത്രിമാരും MLA-മാരും അടക്കമുള്ളവർ 35 പേർ മത്സരിക്കുക തന്നെ ചെയ്യും. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാധ്യതയുണ്ടെന്ന് VM സുധീരൻ. എല്ലാം തികഞ്ഞതായിരിക്കില്ല സ്ഥാനാർത്ഥി പട്ടിക. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് താൻ പുറകോട്ട് പോകില്ലെന്നും VM സുധീരൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള അഭിപ്രായങ്ങളും സമാഹരിക്കുന്നതിനും ആരായുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും കേട്ട് പാർട്ടിയെയും കേരളത്തിലെ മുന്നണിയെയും നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിന് വ്യക്തമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്തുതന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരും അംഗീകരിക്കണമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് എന്നുമുള്ളത്. ഇപ്പോഴും ആ പാരമ്പര്യം തുടരുന്നതാണ്. സ്വാഭാവികമായും കോൺഗ്രസ്സിന് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴല്ല, പണ്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി ജനങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് എപ്പോഴത്തെയും സമീപനം. കോൺഗ്രസിലെ സീറ്റ് തർക്കം തെരഞ്ഞെടുപ്പിൽ UDF-നെ ബാധിക്കില്ലെന്ന് K മുരളീധരൻ. തർക്കങ്ങൾ ഇതിനു മുൻപും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. ചില സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് തർക്കം. ഇതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. 5 സീറ്റ് തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തു. അത് കോൺഗ്രസ് അധ്യക്ഷയും ഉപാധ്യക്ഷനും ചേർന്ന് അവർ തീരുമാനം അറിയിക്കും. തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അതൊന്നും കാര്യമായിട്ട് വായിച്ചിട്ടില്ല. തർക്കം എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ല. അത് മുൻകാലങ്ങളും തർക്കം ഉണ്ടായിട്ടുണ്ട്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ മാറ്റിയ ചരിത്രം വരെയുണ്ട് 2001.
സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പോരുമുറുകുന്നതിനിടെ ബുധനാഴ്ച UDF യോഗം. ഘടകകക്ഷികളുമായി നിലനിൽക്കുന്ന സീറ്റ് തർക്കം യോഗം ചർച്ച ചെയ്യും. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന നിലപാടായിരിക്കും ഘടകകക്ഷികൾ സ്വീകരിക്കുക. സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പോര് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകില്ല എന്ന നിലപാടാണ് പ്രമുഖ ഘടകകക്ഷികളായ ലീഗിനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുമുള്ളത്. എത്രയും വേഗം നേതാക്കൾ തമ്മിലുള്ള ശത്രുത പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന് സജ്ജമാകണമെന്ന നിലപാട് ഇവർ യോഗത്തിൽ സ്വീകരിക്കും. അരൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ തന്നെയാണ് RSP. ഇക്കാര്യം മന്ത്രി ഷിബു ബേബി ജോൺ മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചു. അരൂരിനു പകരം കയ്പമംഗലം നൽകാമെന്ന കോൺഗ്രസ് നിലപാട് RSPക്ക് സ്വീകാര്യമല്ല. കൂടുതൽ സീറ്റുകൾ വേണമെന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നിലപാടും കോൺഗ്രസ് തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ KM മാണി തന്റെ അതൃപ്തി യോഗത്തിൽ അറിയിക്കും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ജോണി നെല്ലൂർ ഉന്നതാധികാര സമിതി അംഗത്വം രാജിവെച്ചതും UDFന് തിരിച്ചടിയായി. ജേക്കബ് ഗ്രൂപ്പ് പിളർപ്പിന്റെ വക്കിലെത്തിയതും UDFനെ സംബന്ധിച്ച് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഇക്കാര്യവും യോഗം ചർച്ച ചെയ്യും. KPCC അധ്യക്ഷൻ VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രണ്ട് തട്ടിലായത് UDFനെയും പ്രതിസന്ധിയിലാക്കും. തെരഞ്ഞെടുപ്പിൽ കൂട്ടായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഇത് തിരിച്ചടിയാകുമെന്നും ഘടകകക്ഷികൾ വിലയിരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചതോടെ DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തി. തർക്കത്തെ തുടർന്ന് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർന്നു. 2 സീറ്റുകൾ പിടിച്ചെടുത്ത സുധീര പക്ഷത്തിനെതിരെ AI ഗ്രൂപ്പുകളിൽ പ്രതിഷേധം ശക്തമായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ തിരിച്ചടി നേരിട്ടതോടെയാണ് തൃശൂർ ജില്ലയിലെ I ഗ്രൂപ്പ് പിളർപ്പിലേക്ക് നീങ്ങുന്നത്. മുതിർന്ന I ഗ്രൂപ്പ് നേതാവ് മന്ത്രി CN ബാലകൃഷ്ണൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് നേതൃത്വം പരിഗണന നൽകിയില്ല. വടക്കാഞ്ചേരിയിൽ അജിത് കുമാർ, തൃശൂരിൽ TV ചന്ദ്രമോഹൻ, ചാലക്കുടിയിൽ ജോസ് വള്ളൂർ എന്നിവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം. എന്നാൽ ഇവരിൽ ഒരാൾക്ക് പോലും സീറ്റ് ലഭിച്ചില്ല. മാത്രമല്ല, മന്ത്രി എതിർത്തിരുന്ന അനിൽ അക്കരിക്ക് വടക്കാഞ്ചേരിയിൽ സീറ്റ് നൽകാൻ ധാരണയായി. ഒല്ലൂരിൽ സിറ്റിംഗ് MLA MP വിൻസെന്റിനെ മാറ്റി നിർത്തണമെന്ന മന്ത്രി CN ബാലകൃഷ്ണന്റെ ആവശ്യം നിരാകരിച്ച ഒല്ലൂരിൽ തന്നെ വിൻസെന്റിനെ പരിഗണിച്ചു. ഇതും കടുത്ത അതൃപ്തിക്ക് കാരണമായി. ഇതോടെ DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തെത്തി. MP വിൻസെന്റിന്റെ നേതൃത്വത്തിൽ I ഗ്രൂപ്പിലെ മറ്റൊരു വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തതോടെ ഗ്രൂപ്പ് പിളർപ്പിലെത്തി. ഗ്രൂപ്പുകൾ നിർദ്ദേശിച്ച TJ സനീഷ് കുമാറിനെ ഒഴിവാക്കി സുധീരപക്ഷത്തിന്റെ സുന്ദരൻ കുന്നത്തുള്ളിക്കാണ് പുതുക്കാട് സീറ്റ് നൽകിയത്. ജില്ലയിൽ 2 സീറ്റുകൾ പിടിച്ചെടുത്തതോടെ സുധീര വിഭാഗത്തിനെതിരെ ഇരു ഗ്രൂപ്പുകളും രംഗത്തെത്തി. വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സീറ്റുകളിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ DCC ഭരണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് I ഗ്രൂപ്പിലെ പ്രബല വിഭാഗത്തിന്റെ തീരുമാനം. ഇതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലവേദന ഇരട്ടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിൽ സാമുദായിക നേതാക്കൾ ഇടപെട്ടതായി കോൺഗ്രസ് പ്രവർത്തകർ. വെള്ളാപ്പള്ളിയെ വിമർശിച്ച ആലപ്പുഴ DCC പ്രസിഡന്റിന് സീറ്റ് നൽകാത്തതിന് പിന്നിൽ ചില ഗൂഢശക്തികൾ ഇടപെട്ടതായും ഇതിൽ ശക്തമായി പ്രതികരിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയും തന്റെ ഗ്രൂപ്പ് നേതാവുമായ രമേശ് ചെന്നിത്തലയെ പരസ്യമായി അപമാനിച്ചതിനെതിരെയാണ് ആലപ്പുഴ DCC പ്രസിഡന്റ് A ഷുക്കൂർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. പിന്നീട് SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ആലപ്പുഴ DCC എടുത്ത തീരുമാനം KPCC പ്രസിഡന്റിന്റെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഷുക്കൂറിന്റെ പേരും ജില്ലയിൽ സജീവ ചർച്ചാവിഷയമായിരുന്നു. ഷുക്കൂറിന് ആലപ്പുഴ ജില്ലയിൽ സീറ്റ് നൽകാൻ പാടില്ല എന്ന് ശക്തമായ നിലപാട് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായതായാണ് സൂചന. ഷുക്കൂറിന് സീറ്റ് നൽകിയാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ SNDP ചെന്നിത്തലയെ സഹായിക്കില്ല എന്ന് ഭീഷണിയും മുഴക്കി. ഇതാണ് ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയാൻ കാരണമായത്. അത് ശ്രീനാരായണീയരുടെ സമൂഹം തിരിച്ചറിയും. ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ദർശനവും ഉൾക്കൊള്ളുന്നവർ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയും. എന്നാൽ ഈ കച്ചവടക്കാരുടെ പതനവുമായിരിക്കും. നേരത്തെ അമ്പലപ്പുഴ സീറ്റ് JDUവിന് നൽകാനുള്ള തീരുമാനം മാറ്റാൻ കാരണവും ആലപ്പുഴ DCCയുടെ പ്രതിഷേധമായിരുന്നു. പിന്നീട് ഷുക്കൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന ലഭിച്ചു. PDJSയുമായി കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആലപ്പുഴ സ്ഥാനാർത്ഥി നിർണയമായി ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. മതനേതാവിന് വേണ്ടി സ്വന്തം ഗ്രൂപ്പുകാരനായ DCC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുത്തിയതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.